എന്തായി? എന്തെങ്കിലും വല്ല ഐഡിയ കിട്ടിയോ നിനക്ക്? ഇല്ലടാ. എനിക്കൊരു ഐഡിയയില്ല. എന്ത് ചെയ്യണമെന്നൊരെത്തും പിടിയുമില്ല. ഓഹ്! എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഞാനിനി ആ വീട്ടിലേക്ക് വരുമെന്ന് കരുതണ്ട ട്ടോ. ഇപ്പഴേ പറഞ്ഞേക്കാം. എടാ, എനിക്കതറിയാം. പക്ഷെ എന്ത് പറയണമെന്നാ ഒരെത്തും പിടിയും കിട്ടാത്തത്. എന്ത് വേണമെങ്കിലും പറയ്. പറഞ്ഞൊന്ന് ഒഴിവാക്ക്. എനിക്ക് പറ്റത്തില്ല. ഞാനിനി ഡിവോഴ്സെന്ന് നീ എപ്പോഴാണോ പറയുന്നത് അന്ന് വന്നോളാം. എന്നെക്കൊണ്ട് പറ്റില്ല. അതിനു മുമ്പ് ഞാൻ വരില്ല. ഇത്രയൊന്നും ആലോചിച്ചില്ലല്ലോടാ. ഇങ്ങനെയൊക്കെ വരുന്ന ആര് കണ്ടു? എടി നീ ഇതൊക്കെ ആലോചിക്കണ്ടേ? എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എനിക്കിത് ഒഴിവാക്കാനും പറ്റത്തില്ല. നീ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്ക്. ഏട്ടന്മാരുടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്ക്. എന്ത് പറയും? അവരുടെ മുന്നിൽ നമ്മൾ വിവാഹം കഴിഞ്ഞവരല്ലേ? വിവാഹം കഴിഞ്ഞാൽ ഈ ആദ്യ രാത്രി ഉണ്ടെന്ന് എൻ്റെ തലയിൽ എന്തുകൊണ്ടാ കയറാതെന്നാ ഞാൻ ഇപ്പം ആലോചിക്കുന്നത്. അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. എടാ, ഞാൻ നിന്നോട് ചോദിച്ചതല്ല. എൻ്റെ തലയിൽ ഇത് കയറാത്ത എന്താന്ന് ഞാൻ സ്വയം പറഞ്ഞതാ. എന്ത് കുന്തം ആവട്ടെ, എങ്ങനെയെങ്കിലും നീ അതൊന്ന് ഒഴിവാക്കാനുള്ള വഴി കണ്ടുപിടിക്ക്. ഞാൻ എന്തായാലും നിന്റെ വീട്ടിലേക്കില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം. എടാ, ഒരു എടാവുമില്ല. എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കണം. എന്നെ വിളിക്കണ്ട വീട്ടിലേക്കെന്ന് പറഞ്ഞ്. ഞാൻ വരാനും പോകുന്നില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? നമ്മൾ തമ്മിലുള്ള കരാറിൽ അങ്ങനെയൊരു കാര്യമില്ല. നീ എന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാൻ സമ്മതിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് പാലിക്കേണ്ട ആവശ്യമില്ല. എടാ, ആ സമയത്ത് ഞാൻ ഇങ്ങനൊരു കാര്യം ഓർത്തില്ലല്ലോ. ആ, എന്തായാലും ഓർത്താലും ഓർത്തില്ലേലും നടക്കാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ ഒഴിവാക്കാമെന്ന് മാത്രം എൻ്റെ മോള് ചിന്തിക്കുക. അല്ലാതെ എന്നെ അവിടെ എത്തിക്കാമെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട. മനസ്സിലായോ നിനക്ക്? ജയ് മീനുവിനോടായി ചോദിച്ചു. എടാ, നിന്നെ ഇവിടെ എത്തിക്കാൻ ഞാൻ ചിന്തിക്കുമോ? എനിക്കിത് ആവശ്യമുള്ള കാര്യമാണോ? അല്ലല്ലോ, പിന്നെന്താ? ഞാനിത് ഒഴിവാക്കാൻ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ എന്ത് പറഞ്ഞ് ഒഴിവാക്കും? എന്താണോ എനിക്കൊരു ഉത്തരം കിട്ടാതെ നിൽക്കുന്നത്? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്? ആ, എനിക്ക് വല്ല ആക്സിഡൻ്റ് ആയെന്ന് മറ്റേ നീ പറയും. അതാ ഏറ്റവും നല്ലത്. അപ്പം പിന്നെ വരണ്ടല്ലോ. ഓഹ്, എന്തോ നാടാ ആക്സിഡൻ്റ് ആയ നിന്നെ നോക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരണ്ടേ? പിന്നെ ഞാൻ എന്ത് പറയാനാ? എന്തെങ്കിലും ഒഴിവാക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കേ. ഓ, എന്തായാലും രാത്രി വരെ സമയമുണ്ടല്ലോ. ഇരുന്ന് ആലോചിക്കട്ടെ. ആ, കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. അപ്പോൾ